ഇന്ന് തന്നെ ഈ വിഷയം എടുക്കണമെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് നേരെ അയാൾ അയച്ചിരിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? ആളെ കൂട്ടി വീട്ടിൽ വരുമെന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നീ അത് കഴിഞ്ഞ് നന്നായി ജീവിക്കണേ എന്ന് പറയുന്നുണ്ട്, കുടുംബത്തെ തകർക്കുന്നുണ്ട്. അയാൾക്കെതിരെ നിന്ന് എല്ലാവരെയും അവരുടെ കുടുംബത്തെയും തകർക്കുമെന്ന് ഭീഷണി പറയുന്നു. ഇങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന് വെച്ചാൽ പേടിയാവുന്നേ. ഇപ്പോ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ. ഇല വന്ന് മുള്ളി വീണാലും മുള്ളി വന്ന ഇല വീണാലും ആർക്കാ കേട്? പണ്ട് അല്ലെ, ഇപ്പൊ ആർക്കാ? മുള്ളിനാണ് കേട്. ഇപ്പൊ ഇലയ്ക്കൊരു പ്രശ്നമില്ല, മുള്ളാണ് സൂക്ഷിക്കേണ്ടത്, നിങ്ങളാണ് മുള്ളുകൾ. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കോ. കേരളം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ ഈ അഹങ്കാരം, ഇങ്ങനെയുള്ള സ്ത്രീയുടെ അഹങ്കാരം നിങ്ങൾ എല്ലാവരും കൂടെ നിർത്തി കൊടുക്കും. ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ ഇടം പിടിച്ചു തുടങ്ങി. അല്ല, നമുക്കത് പിന്നെ UDF സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട. എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചപ്പോൾ തൊട്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്. ആർക്കെങ്കിലും സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് വലിയ രീതിയിലുള്ള ഒരു സന്തോഷമായിരുന്നു. പുള്ളിക്കാരി പല മീഡിയകളിലും വന്ന് ഇന്റർവ്യൂ കൊടുക്കുകയും പുള്ളിക്കാരി അങ്ങ് തുള്ളിച്ചാടുകയായിരുന്നു. അങ്ങനത്തെ ഒരു ചേച്ചിയുടെ കാര്യമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ റിനി ജോർജ് ചേച്ചി. ഈ ചേച്ചി പലരെയും വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വെല്ലുവിളിയായിരുന്നു. വെല്ലുവിളിച്ചത് മറ്റാരെയുമല്ല, ഈ പറയുന്ന ഫെന്നി നൈനാനെയാണ്. ഫെന്നി നൈനാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന മൂന്നാമത്തെ പരാതിക്കാരിയോട് മെസ്സേജ് ഇട്ട് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി വിളിച്ചു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഫെന്നിക്കെതിരെ നിയമ നടപടിക്കൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഓക്കെ, അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാം. ഫെന്നി നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. എന്തായാലും ചേച്ചി പറഞ്ഞത് ആദ്യം നമുക്ക് വായിച്ചു കേട്ടാലല്ലേ ബാക്കി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇതുണ്ടാവും. പുള്ളിക്കാരി ആദ്യം കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഇന്ന് എന്റെ ഫോട്ടോയും പേരും ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ആര്? ഫെന്നിയുടെ കാര്യം പറയണേ. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എനിക്ക് മൂന്നാമത്തെ പരാതിക്കാരിയുമായി വ്യക്തിപരമായി ഒരു പരിചയവും ഇല്ല എന്ന് ഈ നിമിഷം വരെ അവരുമായി ഞാൻ സംസാരിക്കുകയോ സന്ദേശങ്ങൾ അയക്കുകയോ മറ്റൊരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആരെങ്കിലും അവരുടെ വ്യക്തിപരമായ സംഭാഷണങ്ങളിൽ എന്റെ പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് വ്യക്തതയില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് ഫെന്നി പറഞ്ഞിരുന്നു. മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് ഈ പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ ഫെന്നി മെസ്സേജ് ഇട്ടിരുന്നു, അതായത് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് മറുപടിയാണ് പുള്ളിക്കാരി പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്യാനാണ്, പുള്ളിക്കാരി പിന്നെ ഒരു പോസ്റ്റ് കൂടെ അങ്ങോട്ട് ഇട്ടു. അതിന് തൊട്ട് ഇതായിട്ട് അതിനകത്തിട്ടേക്കുന്നത് ഇതാണ്: മൂന്നാമത്തെ പരാതിക്കാരിയും ഞാനും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്. ഞാനും മൂന്നാമത്തെ പരാതിക്കാരിയും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടണം. അനാവശ്യമായ പ്രചരണങ്ങൾ തുടർന്നാൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ആരോട് പറഞ്ഞേക്കുന്നത്? ഫെന്നിയുമായിട്ട് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഫെന്നി ചുമ്മാ ഇരിക്കുമോ? ഫെന്നി എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം ഇതങ്ങോട്ട് പുറത്തുവിട്ടു. ഇന്നലെ പുറത്തുവിട്ടിട്ട് ഫെന്നി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ വായിക്കാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടോ, ഈ പുള്ളിക്കാരി ഭയങ്കര സംഭവമാണ്. ഈ പുള്ളിക്കാരി ആദ്യം പറഞ്ഞത് എന്താണ്? പരാതിക്കാരികളെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എത്തിയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശേഷം പുള്ളിക്കാരി എന്താ പറഞ്ഞത്? ഇനിയും പരാതിക്കാരികൾ വരാൻ കിടക്കുന്നു എന്ന്. അപ്പൊ ഇതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇന്ന് അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിക്കാരികളെയൊക്കെ ഇവർ പോയി കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള ഒരു തെളിവാണ് ഫെന്നി ഇവിടെ വെക്കുന്നത്. ഫെന്നി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി കൊടുത്ത മൂന്നാമത്തെ ആളെ ഒരു രീതിയിലും ഫോണിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ റിനി ആൻഡ് ജോർജ് 2025 ആഗസ്റ്റ് 21 കാൾ മീ ടുമാറോ എന്ന് മൂന്നാമത്തെ പരാതിക്കാരിയോട് പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് സഹിതം എന്നോട് മൂന്നാമത്തെ പരാതിക്കാരി പറഞ്ഞതിന്റെ തെളിവ് ഇതിനോടൊപ്പം ചേർക്കുന്നു. ഇനി അറിയേണ്ടത്, റിനി എന്തിനാണ് അവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന കള്ളം പറയുന്നത്? എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റിനി വെല്ലുവിളിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുള്ള ഞാൻ അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെന്നി ആ ഒരു ഇതങ്ങോട്ട് ഇട്ടത്.
ഒരു പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ ആ ചാറ്റും ഇട്ടിട്ടുണ്ട്. അതായത് പരാതിക്കാരിയുടെ ആ ചാറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇവരുടെ ഇട്ടുകൊടുത്ത ആ ഒരു സ്ക്രീൻഷോട്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ഈ സേച്ചി അത് കഴിഞ്ഞൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. സേച്ചി എപ്പോ നോക്കിയാലും ഇങ്ങനെ ന്യായീകരണം കൊണ്ട് വരുവാണല്ലോ. അപ്പൊ ഈ സേച്ചി പറഞ്ഞ ആ ന്യായീകരണം ഇതാണ്: പ്രിയപ്പെട്ട ഫെന്നി നൈനാൻ. ഇപ്പൊ പ്രിയപ്പെട്ടതായി കേട്ടോ, നേരത്തെയൊക്കെ അങ്ങനൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ പ്രിയപ്പെട്ടതായി. കാരണം ഫെന്നി മാറ്റി കളിക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേന് കളി മാറി. ഓക്കെ, ഒരു കാര്യം കൃത്യവും വ്യക്തവുമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു അതിജീവിതയെ അങ്ങോട്ട് ബന്ധപ്പെടുകയോ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ബന്ധപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യവും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ പറഞ്ഞ കാര്യത്തെ ഞാൻ പരിപൂർണമായി നിഷേധിച്ചത്. ആരോ ഒരാൾ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടിരുന്നു. അത് പുരുഷനോ സ്ത്രീയോ ആണോ എന്ന് പോലും എനിക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽ പറയാമോ എന്നെല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഊരും പേരും അറിയാത്ത ഒരാളുമായി എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല, നിങ്ങൾ ആരെന്ന് വ്യക്തമാക്കിയിട്ട് നിങ്ങൾ വിളിക്കൂ എന്ന്. അതിനു മറുപടിയും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ ഞാൻ ഇത് എന്റെ ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ അവർ അയച്ചിരിക്കുന്ന സന്ദേശങ്ങൾ മാത്രം കാണുന്നില്ല. എനിക്ക് ഇത് ആരാണെന്നോ എന്താണെന്നോ പോലും അറിയത്തില്ല. അയ്യോ പാവം കുട്ടി, ഒരു ഇതുപോലും അറിയാത്ത കുട്ടിയാണേ. പക്ഷെ മെസ്സേജ് അറിയാത്തവർക്ക് നേരെ വെച്ചങ്ങോട്ട് കാച്ചും. എന്നിട്ട് കോൾ മീ ടുമാറോ എന്നൊക്കെ പറയും. ഒരു അറിയാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പറയും അല്ലേ, നമ്മളൊക്കെ പറയും. അതായത് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി കാൾ മീ ടുമാറോ എന്നൊക്കെ പറയും. ഒരു ബന്ധവും ആളാരാണ്, ആണാണോ പെണ്ണാണോ ഒന്നും അറിയാത്തവർക്ക് നമ്മൾ മെസ്സേജ് കാൾ മീ ടുമാറോ എന്ന് പറഞ്ഞ് ഇടുവില്ലയോ? ചേച്ചി വിശ്വസിച്ചു, ഞങ്ങളങ്ങ് വിശ്വസിച്ചു. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പരാതിക്കാരി എന്ന് പോലും അറിയില്ല. ഈ വിഷയത്തിൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് താങ്കളെ അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഞാൻ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അത് താങ്കൾക്കെതിരെയല്ല. അത് അവ എന്താ താങ്കൾക്കെതിരെ പോകാത്തത്? ഫെന്നിക്കെതിരെ അല്ലയോ പോകുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഫെന്നിക്കെതിരെ പോകുന്നില്ല. പോയാൽ ഇനിയും കള്ളി വെളിച്ചത്ത് വരുമെന്ന് കണ്ടോണ്ടായിരിക്കും ഫെന്നിക്കെതിരെ പോകുന്നില്ലെന്ന്. ഓക്കെ, അത് താങ്കൾക്കെതിരെയല്ല. എന്റെ പേര് അനാവശ്യമായി വലിച്ചഴിച്ച് തെറ്റിദ്ധാരണ ജനകമായ സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് അയച്ചു എന്ന അപമാനിച്ചതിനാണ്. മൂന്നാമത്തെ പരാതിക്കാരിയുമായി ഒരു ബന്ധവും എനിക്കില്ല. ഞാൻ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളാണ്. സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാൻ ഒട്ടും ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അകത്ത് പുള്ളിക്കാരി ആ ഒരു ചാറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. 21 ആഗസ്റ്റ് 2 മണിക്ക്, അതായത് വെളുപ്പിന് ആ ഒരു സമയത്താണ് പുള്ളിക്കാരി ഒരു ചാറ്റ് നടത്തിയിരിക്കുന്നത്. പുള്ളിക്കാരി ഹൂ ഇസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറെ മെസ്സേജുകൾ, അവിടുന്ന് അയച്ച മെസ്സേജുകളൊന്നും കാണുന്നില്ല. പിന്നെ പുള്ളിക്കാരി കാൾ മീ ടുമാറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. കാരണം ഒരു എന്താ പറയാ, ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് പുള്ളിക്കാരി ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുക? എന്നിട്ട് കോൾ മീ ടുമാറോ എന്നൊക്കെ എന്തുകൊണ്ട് പറയണം? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എന്നിട്ട് പുള്ളിക്കാരി വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. ന്യായീകരണമൊക്കെ കൊള്ളാൻ ചേച്ചി, പക്ഷെങ്കിൽ കാര്യം എന്താണ്? കൈവിട്ടുപോയി. പെന്നി ഇങ്ങനത്തെ ഒരു പണി തരുമെന്ന് ചേച്ചി ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ലൊരു പണി തന്നെയാണ് പെന്നി കൊടുത്തത്. പെന്നി എന്തായാലും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടും അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. കള്ളക്കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി 4ാമത്തെ പരാതിക്കാരിയെ ചേച്ചി കൊണ്ടുവരും. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് കേരള നാട്. ചേച്ചിയുടെ കള്ളത്തരങ്ങൾ കേരളത്തിലുള്ളവർക്കും മലയാളികൾക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി ചേച്ചി വേറൊരു രീതിയിൽ മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ചേച്ചി അന്ന് പറഞ്ഞ ആ കാര്യം ഉണ്ടല്ലോ, ഒരു മുറിക്കകത്ത് കയറി കഥ കടച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഒരു ഇൻസ്പിറേഷൻ പോലെ പുള്ളിക്കാരി പറഞ്ഞ കാര്യം അതൊന്ന് കേട്ട് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അതൊന്ന് കേട്ടെ. ഇപ്പോ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വന്ന് റൂമിൽ കയറി, അതായത് ഒരു പുരുഷനുമായിട്ട് റൂമിൽ കയറിയിട്ട് ലോക്കൊക്കെ ചെയ്തിട്ട് ഒരു കിസ്സിങ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തൊരു ഹഗ്ഗിങ്, ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് വരുന്നതെന്ന് പോലും എന്നൊക്കെ പറഞ്ഞ ഒരു പുള്ളിക്കാരിയാണ് ഇത്. അപ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി എത്രത്തോളം ഉണ്ട് ലെവൽ എന്നുള്ളത്. പിന്നെ ഈ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് നിങ്ങളൊന്ന് കേട്ടെ. ഇന്ന് തന്നെ ഈ വിഷയം എടുക്കണമെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് നേരെ അയാൾ അയച്ചിരിക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്? ആളെ കൂട്ടി വീട്ടിൽ വരുമെന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നീ അത് കഴിഞ്ഞ് നന്നായി ജീവിക്കണേ എന്ന് പറയുന്നുണ്ട്. കുടുംബത്തെ തകർക്കുന്നുണ്ട്. അയാൾക്കെതിരെ നിന്ന് എല്ലാവരെയും അവരുടെ കുടുംബത്തെയും തകർക്കുമെന്ന് ഭീഷണി പറയുന്നു. ഇങ്ങനെ ഭീഷണിയൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ പെൺകുട്ടി എന്ന് വെച്ചാൽ പേടിയാവുന്നേ. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും പേടിയൊക്കെ തോന്നി. എനിക്ക് പേടി, ഞാൻ ബോൾഡായിട്ട് നിൽക്കുന്നു. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അപ്പൊ ഇയാളുടെ അധികാരം വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ മിണ്ടാതെ ഇരിക്കാമെന്ന് ഒരു സ്ത്രീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവളെങ്ങനെ തെറ്റുകാരിയാവും? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അധികാര ദുർവിനിയോഗമാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അയാൾക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തെയും അതിന്റെ സ്വാധീനത്തെയും പ്രിവിലേജുകളെയും ഉപയോഗിച്ചിരിക്കുകയാണ്. ശാരീരിക സുഖത്തിന് വേണ്ടി ഉപയോഗിച്ചു, അതിനുശേഷം ഈ മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ അയാൾ അധികാരം വെച്ച് ഭയപ്പെടുത്തി. അപ്പൊ എങ്ങനെ പെൺകുട്ടികൾ പുറത്തു വരുന്നത്? ആ ഒരു പെൺകുട്ടി ധൈര്യം സംഭരിച്ച് വരുമ്പോൾ ഈ സമൂഹം എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്?
കമന്റ് സെക്ഷൻസ് എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബോൾഡായിട്ട് നിൽക്കുന്നത് എനിക്ക് ഒരു അതിശയം തന്നെയാണ്. ഇത്രയും ബോൾഡാവാൻ എനിക്ക് സാധിക്കും. അത് എല്ലാ സ്ത്രീകൾക്കും അങ്ങനെ സാധിക്കില്ല. ഭയങ്കര ബോൾഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരാളാണിത്. പക്ഷെ ഈ ബോൾഡ്നെസ് ഒക്കെ ഇപ്പോൾ ഏതാണ്ട് തകരുന്ന പോലാണ് തോന്നുന്നത്. സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ചേച്ചിയുടെ പങ്ക് എന്താണെന്നുള്ളതാണ് ഇനിയും പുറത്തു വരാനുള്ളത്. എന്തായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഈ ഒരു വിഷയവുമായിട്ട് ഈ സിനിമാ നടി പറയുന്ന കാര്യം കേട്ടു നോക്കി. ഈ പുള്ളിക്കാരി വലിയ രീതിയിൽ തന്നെ സപ്പോർട്ടുമായിട്ട് എത്തുന്നതാണ്. പുരുഷ കമ്മീഷൻ വേണമെന്നാണ് ഈ പുള്ളിക്കാരിയുടെ പറച്ചില്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ വാസ്തവമാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതൊന്ന് കേട്ടു നോക്കി. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാ കേട്? പണ്ട് അല്ലെ? ഇപ്പൊ ആർക്കാ? മുള്ളിനാണ് കേട്. ഇപ്പൊ ഇലയ്ക്കൊരു പ്രശ്നമില്ല, മുള്ളാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങളാണ് മുള്ളുകള്. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടേക്കോ. കേരളം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ ഈ അഹങ്കാരം, ഇങ്ങനെയുള്ള സ്ത്രീയുടെ അഹങ്കാരം നിങ്ങൾ എല്ലാവരും കൂടെ നിർത്തി കൊടുക്കും. എനിക്ക് അത്രയും നിങ്ങളോട് പറയാം. എല്ലാവരും മാക്സിമം നിങ്ങൾ നോക്കിക്കോ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ വരുന്നത്. എന്ത് കാര്യം നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഇനി എന്തായാലും രാഹുൽ ഈ പറയുന്ന പാലക്കാട് നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനൊരു ഉത്തരം അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മുമ്പ് കൊടുത്ത ഒരു ബൈറ്റ് ഉണ്ട്, അതൊന്ന് കേട്ടു പോയി. ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി തന്നെ ഇപ്പം വാർത്തകളൊക്കെ ഇടം പിടിച്ചു തുടങ്ങി. നോട്ടിഫിക്കേഷൻ നമുക്ക് ബാക്കി പാലക്കാട് ആരായിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി വരിക? അല്ല, നമുക്കത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആര് മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഇപ്പൊ തീരെയില്ല. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഒരു കാലത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. അതിന് നിയമസഭ വേണ്ട, വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ. വാർഡ് കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. സ്വന്തം കാര്യം പറയാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ എവിടെയെങ്കിലും? അല്ല, ഞാനിപ്പോ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെ പറ്റി ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളാരും. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ വാർത്ത. അത് ഇനിയും ഞാൻ പറഞ്ഞതിന്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, സൃഷ്ടിക്കണോ വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. ഞാൻ ജനങ്ങളോട് പറയുകയാണ്, ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളെ പറ്റി. ഇവിടെ ഈ ഒരു വീഡിയോയിൽ രാഹുൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് പഴയൊരു വീഡിയോ ആണ്, പക്ഷേ ഈ ഒരു വീഡിയോ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ആൾക്കാർ കാര്യങ്ങൾ പറയുന്നുണ്ട്. രാഹുൽ പാലക്കാട് നിൽക്കുന്നു എന്നുള്ള കാര്യവും വെച്ചുകൊണ്ട്. പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം നിൽക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കണമെന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ സ്വതന്ത്രനായിട്ട് നിന്നാൽ അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ കള്ളപ്പരാതികളും അതോടൊപ്പം തന്നെ എല്ലാം കൊണ്ടിട്ട് പൂട്ടി സ്വന്തം പാർട്ടിക്കാർ വരെ എടുത്ത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഇട്ട് അമ്മാനമാടിയപ്പോൾ കൂടെ നിന്ന് സഹായിച്ച അല്ലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കുറച്ച് പേരുണ്ട്. അതിൻ്റെ അകത്ത് കൂട്ടുകാരൻ ഈ ഫെന്നിയുടെ കാര്യം എടുത്തു പറയണം. ഫെന്നിനെ നല്ല രീതിയിൽ തന്നെ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ, കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ ഈ രാഹുലിന് സപ്പോർട്ടുമായിട്ട് എത്തി. അതിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരി 12 മണിക്ക് പേഴ്സണൽ ചാറ്റിലേക്ക് വാ എന്ന് പറഞ്ഞ ആ കാര്യം വരെ എടുത്തിട്ട ഒരു ആളാണ് ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ. പക്ഷെ അവർക്കെതിരെ ഒരു കാര്യം പോലും ഈ പറയുന്ന റിനി പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഇനിയും അടുത്ത തെളിവുകൾ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ ഒരു വിഷയത്തിനും മറുപടി പറയാൻ ഇതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. പക്ഷേ ഫെന്നി പറഞ്ഞ കാര്യത്തിന് പുള്ളിക്കാരി മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. ഫെന്നി വാട്സപ്പ് ചാറ്റ് ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാം ചാറ്റാണ് എടുത്തിട്ട് കൊടുക്കുന്നത് മറുപടിയുമായിട്ട്. എന്തായാലും ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതിന് കാണാം. എന്തായാലും ഫെച്ചി അടുത്ത പരാതിക്കാരിയെ റെഡിയാക്കി വെച്ചു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ അതിജീവിതയെ റെഡിയാക്കി വെച്ചു. ഓക്കെ, അത് കാണാൻ വേണ്ടി കേരളം കാത്തിരിക്കുകയാണ്. മുമ്പ് സരിത എന്ന് പറയുന്ന ഒരുത്തിയെ വെച്ചുകൊണ്ട് നിരവധി കളി കളിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ആരെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ കളിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരിൽ എല്ലാവർക്കും ബൈ.